ഇന്നത്തെ യാത്ര കീരമ്പാറ ഇടവകയിൽ നിന്നുമായിരുന്നു. വികാരി ഫാദർ അരുൺ വലിയതാഴത്തിനോടൊപ്പം ഇടവകയിലെ മറ്റു പലരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസിദ്ധമായ യോയോ ട്രാവൽസിലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ തൊടുപുഴയിലുള്ള ഡിവൈൻ മേഴ്സി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. അതിന് ഡയറക്ടർ ഫാദർ ജോർജ് ചേറ്റൂർ ഞങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് തരികയുണ്ടായി. അവിടുത്തെ ഒരു പ്രധാന നേർച്ച കാഴ്ചകളാണ് മുട്ടിൽമേൽ ഇഴിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നത്. പോയവർ അത് ചെയ്യുകയുണ്ടായി. തീർത്ഥാടന കേന്ദ്രത്തിലെ വറ്റാത്ത കിണറിൽ നിന്നും വെള്ളം കുടിച്ചാൽ അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുമെന്നും അവിടെ നിന്ന് പറയുകയുണ്ടായി. അതനുസരിച്ച് പോയവർ കുട്ടികളൊക്കെ വെള്ളം കുടിക്കുകയും മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ പോയത് ഭരണങ്ങാനത്തുള്ള അൽഫോൺസാമയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. വെയിലുണ്ടെങ്കിലും കുട്ടികളൊന്നും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നില്ല. അൽഫോൺസാമയുടെ കബറിടം കാണുവാൻ അവർക്ക് തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി. അൽഫോൺസാമയുടെ കബറിടത്തിൽ കൈകൾ വെച്ച് കുമ്പിട്ട് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൂരെ കണ്ടതാണ് ഒരു സ്പിരിച്വൽ സെൻറ്റർ, ഒപ്പം ഒരു ഗ്രോട്ടോയും മനോഹരമായിരിക്കുന്നു. തിരുനാളിനുള്ള തിരികൾ അടുക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ മനോഹരമായിരിക്കുന്നു. തിരുനാൾ സ്വരൂപങ്ങളും അതുപോലെ തന്നെ ഭക്തസാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകളും അവിടെയുണ്ട്. താഴെ നമുക്ക് ഭരണങ്ങാനത്തിൻ്റെ പള്ളിയിൽ കാണാം. അവിടെ രണ്ട് പഴയ ബെൻസ്കാറിൽ വന്നിറങ്ങിയ വധൂവരന്മാരുടെ വിവാഹ ചടങ്ങായിരുന്നു ആ പള്ളിയിൽ അപ്പോൾ നടക്കുക. ഞങ്ങളിതെല്ലാം കാണിച്ചു തന്ന ഞങ്ങളുടെ വൈദികന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്രയായി. തുടർന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്ക് അരുവിത്തറയായിരുന്നു. അരുവിത്തറ പള്ളിയിലേക്ക് ഞങ്ങൾ നടന്നെടുത്തു. പള്ളിയുടെ അകത്തളങ്ങളിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു, നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു. അവിടെ വിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ടായിരുന്നു. കുട്ടികൾ ധാരാളം എണ്ണകൾ ഒഴിച്ചു. ഇടവേളകൾ ആസ്വാദമാക്കുവാൻ ചില മാജിക്കുകളും ഞങ്ങൾ അവിടെ കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു. വളരെ മനോഹരമായ അനുഭവമായിരുന്നു അരുവിത്തറ പള്ളി. അങ്ങനെ ഞങ്ങൾ ഈരാട്ടുപേട്ടയോട് യാത്ര പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനായ വാഗമണിലേക്ക് കുതിച്ചു. ഇടയ്ക്ക് വളരെ മനോഹരമായ ആട്ടവും പാട്ടവുമായി കുട്ടികൾ ഉല്ലസിക്കുന്നുണ്ടായിരുന്നു. വഴിയിൽ കണ്ടതാണ് ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാതിരി കാഴ്ച കിടക്കുന്ന ഒരു പ്ലാവിലെ ചക്കകൾ. പോകും വഴി ഞങ്ങളൊരു പള്ളിയുടെ പാരിഷ് ഹാളിൽ കയറിയിരുന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. എല്ലാവരും ഭക്ഷണപ്പൊതിയുമായിട്ടാണ് വന്നിരുന്നത്. പരസ്പരം പങ്കുവെച്ചും തീരങ്ങളിലിരുന്നും ഞങ്ങൾ ആ ഭക്ഷണമെല്ലാം കഴിച്ചു. ഞാനും അച്ഛനൊന്നും ഭക്ഷണം കരുതിയിരുന്നില്ല. ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. വളരെ മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണം. വഴിയിൽ കണ്ടതാണ് റംബുട്ടാൻ പൂത്തുലഞ്ഞു നിൽക്കുന്നു. മനോഹരമായ പാതയിലൂടെ ഞങ്ങൾ വാഗമണിലേക്ക് കുതിച്ചു. അപ്പോഴും കുട്ടികൾ ആനന്ദലഹരിയിലായിരുന്നു. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആ വഴിയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി വാഗമണിലെത്തുവാൻ അധിക ദൂരമില്ല. പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് ആ കാറ്റേറ്റ് വാഗമണിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുകയായിരുന്നു. ആട്ടവും പാട്ടും നൃത്തവുമായി എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. മലകൾ കയറി അങ്ങനെ വാഗമണിനെ ലക്ഷ്യമാക്കി യോയോ ബസ് കുതിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വളരെ ഊർജ്ജസ്വലരായി കണ്ടു. ദൂരെ നമുക്ക് കാണാം വലിയ മനോഹരമായൊരു വ്യൂ പോയിൻ്റ്. അവിടെ ഒരു സ്തൂപം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. തിരക്ക് കാരണം മറ്റൊന്നുമല്ല, വാഗമണിൽ പരമാവധി സമയം ചിലവഴിക്കാമെന്നും. അങ്ങനെ ഞങ്ങൾ വാഗമണിൽ ചെന്നിറങ്ങി. ആദ്യ ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. പോകും വഴി കണ്ടതാണ് ധാരാളം കടകൾ. പാവകളും പാത്രങ്ങളും ചിപ്സും അതുപോലെ തന്നെ സ്വീറ്റ് സൈറ്റ്സും എല്ലാം വിൽക്കുന്ന ധാരാളം കടകൾ. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതെല്ലാം കണ്ട് അനുഭവിച്ച് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് കടന്നു നിന്നു. പലർക്കും ഇത് പുതിയ അനുഭവമായിരുന്നു. മനോഹരമായ ശാന്തതയുള്ള ഒരു സ്ഥലം. പൈൻ ട്രീകൾ വളരെ ഉയരത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ധാരാളം ആളുകൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം ഒത്തിരിയേറെ ആളുകൾ ഫോട്ടോ എടുക്കുവാനും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള ഈ മേഖല കാണുവാനും ആഗ്രഹിച്ചിരുന്നു. അവയെല്ലാം കണ്ട് ആസ്വദിച്ച് പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. അവിടെ നമുക്ക് പലതും കാണുവാനും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കുട്ടികളൊക്കെ പൈൻ ഫോറസ്റ്റിൽ കയറിയപ്പോൾ വളരെ ആനന്ദത്തോടെ ആട്ടവും പാട്ടും കളികളുമായി അവർ രസിക്കുകയായിരുന്നു. ഇന്ന് വലിയ തിരക്കാണ് പൈൻ ഫോറസ്റ്റ് ട്രീയിൽ കാണുവാൻ നമുക്ക് കഴിഞ്ഞത്. ഒപ്പം ആളുകളുടെ എല്ലാം ഫോട്ടോ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിമിലാക്കി കൊടുക്കുന്ന ടീമുകളിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. 700-800 രൂപയാണ് അതിൻ്റെ ചാർജ്. വലിയ ഫ്രെയിമുകളുമുണ്ട്. തുടർന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങി. വാഗമണിലെ തന്നെ മെഡോസ്, നമ്മുടെ മൊട്ടക്കുന്നുകൾ കാണുവാനാണ് അടുത്ത യാത്ര. മൊട്ടക്കുന്നുകൾ വളരെ മനോഹരമാണ്. ആ മൊട്ടക്കുന്നുകളിലേക്ക് പോകുവാൻ ധാരാളം യാത്രക്കാർ അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ദൂരം നടക്കണം, എങ്കിലും ക്ഷീണമൊന്നുമില്ല. അങ്ങോട്ട് നടന്നു. വലിയ കാറ്റുണ്ട്. ദൂരെ കണ്ടതാണ് ഒരു തടാകം. അവിടെ ഇരുന്ന് വർത്തമാനം പറയുവാനും കാറ്റുകൊള്ളുവാനുമൊക്കെ വളരെ രസമാണ്. ഒപ്പം റോപ്പ് വേ, നമുക്കറിയാം കയറിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടുള്ള സാഹസിക യാത്രകൾ അവിടെയുണ്ട്. ഇതുപോലെ സൈക്കിളിലും റോപ്പ് വേ യാത്രകൾ നമുക്ക് കാണുവാൻ കഴിയും.
വാഗമൺ ഒത്തിരിയേറെ മാറിയിരിക്കുന്നു. ധാരാളം സഞ്ചാരികൾ വന്നിരിക്കുന്നു. ഒത്തിരിയേറെ മൊട്ടക്കുന്നുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒത്തിരിയേറെ ടൂറിസ്റ്റ് അഡ്വഞ്ചർ പോയിന്റുകളും അവിടെയുണ്ട്. വഴിയിൽ കണ്ടതാണ് പട്ടം പറപ്പിക്കുന്ന ഒരു കുട്ടി. നല്ല കാറ്റാണ്. തുടർന്ന് ഞങ്ങൾ വീണ്ടും മൊട്ടക്കുന്നുകളോട് യാത്ര പറഞ്ഞ് യാത്ര ആരംഭിച്ചു. അവിടെ നിന്ന് നമ്മൾ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. മനോഹരമായ അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾ ചെന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. കുട്ടികൾക്ക് ഉല്ലസിക്കുവാൻ ധാരാളം കളി വിഭവങ്ങൾ, ഇലിമിനേറ്റ് ചെയ്ത ഒട്ടനവധി രംഗങ്ങൾ നമുക്കവിടെ കാണാം. ഒട്ടേറെ ഫോട്ടോഷോപ്പുകൾ, ഫ്ലവർ ഷോകൾ, അങ്ങനെ ധാരാളം കാഴ്ചകൾ. അഡ്വഞ്ചർ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു മ്യൂസിക്കൽ ഫൗണ്ടൻ. മനോഹരമായ ഡാൻസ്, മഴ നൃത്തം എന്ന് നമുക്ക് പറയാം. മ്യൂസിക്കിനനുസരിച്ചുള്ള വാട്ടർ ഡാൻസ്, അത് കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. ഒപ്പം ആട്ടവും പാട്ടുമായി ആ ഡാൻസിനൊപ്പം അവർ താളം ചവിട്ടുന്നതും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നമ്മുടെ കുട്ടികളും വിട്ടുകൊടുത്തില്ല. അവരും കയറി മനോഹരമായ ഡാൻസ് കളിച്ച് ആളുകളെ ആസ്വദിച്ചു. ഡാൻസ് കളിക്കുന്നതിനും ആടുന്നതിനും പാടുന്നതിനുമെല്ലാം ധാരാളം സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിന് പറ്റിയ ധാരാളം സ്ഥലങ്ങളും അവിടെ ഉണ്ടായിരുന്നു. തിരികെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ മനോഹരമായ ഒരു മല മുഴുവൻ അലങ്കരിച്ചിരിക്കുന്ന പോലെ കോടമഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെല്ലാം കണ്ടാസ്വദിച്ച് മടങ്ങിപ്പോരുമ്പോൾ മനസ്സിൽ മായാതെ മങ്ങാതെ അങ്ങനെ വാഗമൺ ഞങ്ങളുടെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാത്ത മായാത്ത ഒരു യാത്രയായി.